നമസ്കാരം, എല്ലാവർക്കും ഇൻഡിക്ലോ കേരള ലോ എൻട്രൻസ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ക്രിമിനൽ നിയമത്തിനെ പറ്റിയും IPCയെ പറ്റിയും ഒരു ആമുഖ എന്ന നിലയിലാണല്ലോ സംസാരിച്ചിരുന്നത്. ഇനി തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് IPCയുടെ വിശദാംശങ്ങളിലേക്കാണ്. 514 സെക്ഷനുകളുള്ള IPCയെ 23 ചാപ്റ്ററുകളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 3 ചാപ്റ്ററുകളിൽ ഇൻട്രൊഡക്ഷനും ജനറൽ എക്സ്പ്ലനേഷനുകളും ആണ് പ്രധാനമായി ഉൾക്കൊണ്ടിരിക്കുന്നത്. 75ാമത്തെ സെക്ഷൻ വരെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ 3 ചാപ്റ്ററുകൾ ആക്ടിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാക്കുകളുടെയും അതിൻ്റെ ഡെഫിനേഷനുകളും ആക്ട് മുന്നോട്ട് വയ്ക്കുന്ന ശിക്ഷാവിധികളുടെ വിശദാംശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആക്ടിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റിയാണ്. 76ാം സെക്ഷൻ മുതൽ 106ാം സെക്ഷൻ വരെ ആണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ജനറൽ എക്സെപ്ഷൻസ് അപ്പോൾ എന്താണിത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Spanning from section 76 to 106, it exempts the criminal liability imposed on certain individual subjects to their act being covered under any one of the general exceptions. ഒരു വ്യക്തി ഒരു കുറ്റം ചുമത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന കുറച്ച് പ്രൊവിഷൻസിനെയാണ് നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്രൈം നടന്നുവെന്നും അതിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ കുറ്റക്കാരനാണെന്ന് സംശയത്തിന് ഇടകൊടുക്കാത്ത രീതിയിൽ സ്ഥാപിക്കേണ്ടത് എപ്പോഴും പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ കുറ്റം ചുമത്തപ്പെടുന്നതിന് എതിരായി ഉപയോഗിക്കാവുന്ന ഡിഫൻസുകളെയാണ് നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ എക്സെപ്ഷനുകളെയും ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. സെക്ഷൻ 76 പറയുന്നത് ഇറ്റ് എക്സ്ക്യൂസസ് എ പേഴ്സൺ ഫ്രം ക്രിമിനൽ ലയബിലിറ്റി ഹു ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു സംതിങ് ആൻഡ് ദെയർ ബൈ എക്സിക്യൂട്ട് ഇറ്റ് ഓർ ഹു ഇൻ ഗുഡ് ഫെയ്ത്ത് ഡ്യൂ ടു എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവ്സ് ദാറ്റ് ഹി ഈസ് ബൗണ്ട് ബൈ ലോ ആൻഡ് സോ ഡസ് ഇറ്റ്. However, Section 79 exempts a person who, owing to a mistake of fact and not a mistake of law, believes that his actions are justified by law. ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. A went with his son B to gather leaves from a hill. Thinking it was an animal, he assailed him with an axe. Here, accused was said to have been mistaken and thus he was acquitted. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൻ്റെ പുറത്താണ്. അതായത് ഒരു ആനിമൽ ആണെന്ന വിചാരത്തിലാണ് തൻ്റെ മകനായ ബിയെ ഒരു ആക്സ് വെച്ചിട്ട് അസോൾട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുകയാണ്. ഇതിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു തരത്തിലുള്ള എക്സെപ്ഷനാണ് ജുഡീഷ്യൽ ആക്ട്സ്. ദിസ് എക്സെപ്ഷൻ എക്സ്ക്ലൂഡ്സ് ജഡ്ജസ് ആൻഡ് ദോസ് ആക്ഷൻസ് ഡൺ ബൈ പീപ്പിൾ വിച്ച് ആർ ഡൺ ഇൻ കംപ്ലൈൻസ് വിത്ത് ആൻ ഓർഡർ ഓഫ് കോർട്ട്. സെക്ഷൻ 77ലും സെക്ഷൻ 78ലുമാണ് ഈ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് എ ജഡ്ജ് സെൻറ്റൻസിങ് എ പ്രിസണർ ടു ഡെത്ത്. അത് തെറ്റായിട്ടുകൂടിയാണെങ്കിലും ഹി വോണ്ട് ബി ലയബിൾ ഫോർ ദാറ്റ്. മറ്റൊരു ഉദാഹരണമാണ് എ ഹാങ് മാൻ ഹു ഹാങ്സ് ദ പ്രിസണർ പർസുവൻ ടു എ ജുഡീഷ്യൽ ഓർഡർ. ഈ ഒരു അവസ്ഥയിലും അയാൾ ഹാങ് മാൻ ലയബിൾ ആവില്ല. ഇതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ ആക്ട്സ് എന്ന എക്സെപ്ഷനിൽ പറയുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള എക്സെപ്ഷൻ നോക്കാം. ഇത് സെക്ഷൻ 80ൽ കൊടുത്തിട്ടുള്ള ആക്സിഡൻസ് ആണുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ആക്സിഡൻറ്റ് കമ്മിറ്റഡ് വൈൽ ഡൂയിങ് എ ലോഫുൾ ആക്ട്. നത്തിങ് ഈസ് ആൻ ഓഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ ആൻ ആക്സിഡൻറ്റ് ഓർ മിസ്ഫോർച്യൂൺ വിത്തൗട്ട് എനി ക്രിമിനൽ ഇൻറ്റൻഷൻ ഓർ നോളജ് ഇൻ ദ ഡൂയിങ് ഓഫ് എ ലോഫുൾ ആക്ട് ഇൻ എ ലോഫുൾ മാനർ ബൈ ലോഫുൾ മീൻസ് ആൻഡ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ. ഒരു ഉദാഹരണം പറയാം. സപ്പോസ് M is trying to shoot a bird with a gun, but unfortunately the bullet reflected from an oak tree, causing harm to M. Then M will not be liable. കാരണം ആക്സിഡൻറ്റിൻ്റെ പുറത്താണ് ആ ഒരു ഹാം ഉണ്ടായത്. ഇതിനെയാണ് നമ്മൾ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സെപ്ഷനിലേക്ക് വരാം. സെക്ഷൻ 82ലും സെക്ഷൻ 83ലും പറയുന്ന ഒരു എക്സെപ്ഷനാണ് ഇൻഫാൻസി. ഇറ്റ് സേസ് ദാറ്റ് നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ ചൈൽഡ് under 7 years of age. അപ്പോൾ സപ്പോസ് എ ചൈൽഡ് ബിലോ 7 years of age press the trigger of a gun and he caused the death of his father. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ the child will not be liable because he is an infant. സെക്ഷൻ 83ൽ പറയുന്നത് nothing is an offense which is done by a child above 7 years of age and under 12 who has not yet attained sufficient maturity of understanding to judge the nature and repercussions of his conduct during that occasion. അപ്പോൾ ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും വരുന്ന ഒരു ചൈൽഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്പോസ് എ ചൈൽഡ് ഓഫ് 10 years
killed his father with a gun in the shadow of immaturity, he will not be liable. കാരണം ആ കുട്ടിക്ക് മെച്യൂരിറ്റി എത്തിയിട്ടില്ല. ഇതിനെയാണ് നമ്മൾ ആ ഒരു എക്സെപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു എക്സെപ്ഷനാണ് ഇൻസാനിറ്റി. സെക്ഷൻ 84 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇൻസാനിറ്റി ഈസ് ആൻ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ who at the time of performing it by reason of unsoundness of mind is incapable of knowing the nature of his act. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഹു ഈസ് ഇൻസൈൻ ഓർ അൺസൗണ്ട്, അപ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി കിൽഡ് ബി വിത്ത് എ നൈഫ് തിങ്കിങ് ഇറ്റ് ടു ബി എ ഫൺ ഗെയിം. അപ്പോൾ എ വിൽ നോട്ട് ബി ലയബിൾ ഫോർ ബീച്ച് ഡെത്ത് ആസ് ഹി വാസ് നോട്ട് അവെയർ ഓഫ് ദ നേച്ചർ ഓഫ് ദ ആക്ട് ആൻഡ് ലോ. അപ്പോൾ ഹി വിൽ ബി എക്സംപ്റ്റഡ് ഫോർ ദാറ്റ് ക്രൈം. ഇനി പറയാനുള്ള മറ്റൊരു എക്സെപ്ഷൻ ഇൻടോക്സിക്കേഷനാണ്. സെക്ഷൻ 85 സെക്ഷൻ 86 ഇൻടോക്സിക്കേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 85 gives immunity from criminal liability to a person who was intoxicated involuntarily and provides for a limited exemption wherein the person was voluntarily intoxicated, however for certain cases. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ who was intoxicated or he was incapable of knowing the nature of the act and provided that the thing which intoxicated him, it was administrated involuntarily, അല്ലെങ്കിൽ അയാളുടെ വില്ലോ നോളേജിലോ കൂടാതെയാണ് ആ ഇൻടോക്സിക്കേഷൻ നടന്നിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഡ്രാങ്ക് ആൽക്കഹോൾ ഗിവൺ ബൈ എ ഫ്രണ്ട് തിങ്കിങ് ഇറ്റ് ടു ബി എ കോൾഡ് ഡ്രിങ്ക്. അപ്പോൾ ഹീ ബിക്കെയിം ഇൻടോക്സിക്കേറ്റഡ് ആൻഡ് ഹിറ്റ് എ പേഴ്സൺ ഓൺ ഡ്രൈവിംഗ് ഹിസ് കാർ ബാക്ക് ഹോം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഹി വിൽ നോട്ട് ബി ലയബിൾ, കാരണം ഹി വാസ് അഡ്മിനിസ്ട്രേറ്റഡ് ദ ആൽക്കഹോൾ വിത്തൗട്ട് ഹിസ് വിൽ ഓർ നോളേജ്. ഇതിനെയാണ് നമ്മൾ ഇൻടോക്സിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഒരു എക്സെപ്ഷൻ കൺസെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സെക്ഷൻ 87 തൊട്ട് സെക്ഷൻ 94 വരെയാണ് കൺസെൻറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സോ ദ ഡിഫൻസ് ഓഫ് കൺസെൻറ്റ് ഈസ് അവൈലബിൾ where victim consents to the activity occurring. So it comprises consciousness, deliberation and knowledge of the risk intended. ഇതിൽ 87 തൊട്ട് 89 വരെ 3 സിറ്റുവേഷനുകളാണ് പറഞ്ഞിട്ടുള്ളത്. 87 പറയുന്നത് when the victim gave consent for the harm to occur എന്നാണ്. 88 പറയുന്നത് an act was done for the benefit of the victim എന്നാണ്. 89 a guardian consented to the risk for the benefit of child. അപ്പോൾ ഒരു കൺസെൻറ്റ് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. കൺസെൻറ്റ് ഒന്നെങ്കിൽ എക്സ്പ്രസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ എ പേഴ്സൺ അബോവ് 18 years. അതായത് ലീഗൽ ഏജിലുള്ള ഒരാളായിരിക്കണം കൺസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഗാർഡിയൻ്റെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഗാർഡിയൻ ആയിരിക്കണം കൺസെൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ദിസ് കൺസെൻറ്റ് വാസ് നോട്ട് ഇൻറ്റൻഡഡ് ടു കോസ് ഗ്രീവസ് ഹാം ഓർ ഡെത്ത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വിശദമാക്കാം. അതായത് ഫോർ എക്സാമ്പിൾ എ ആൻഡ് ഡി അഗ്രീഡ് ടു ഫെൻസ് ഈച്ച് അതർ ഫോർ എൻജോയ്മെൻറ്റ്. അപ്പം എയും ഇയും ഒരു ഫെൻസിങ് മാച്ചിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ദിസ് അഗ്രിമെൻറ്റ് ഇംപ്ലൈസ് ദ കൺസെൻറ്റ് ഓഫ് ഈച്ച് അതർ ഇൻ ദ കോഴ്സ് ഓഫ് സച്ച് ഫെൻസിങ്. അതായത് എന്താണ്, ആ ഒരു ഫെൻസിങ് മാച്ചിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹാമുകളിലേക്ക് അവർ കൺസെൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് പ്ലേയിങ് ഇഫ് എ ഫെയർലി ഹേർട്സ് ഇ, അപ്പോൾ എ വോണ്ട് ബി ലയബിൾ ഫോർ ദ ഒഫൻസ് കമ്മിറ്റഡ്. ഇതിനെയാണ് നമ്മൾ കൺസെൻറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഒരു എക്സെപ്ഷനാണ് ട്രിവിയൽ ആക്ട്സ്. സെക്ഷൻ 95 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആക്ട്സ് കോസിങ് സ്ലൈറ്റ് ഹാം ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒഫൻസ് അത് ഒഫൻസ് അല്ലാതാകുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഹാം അത്രമാത്രം സ്ലൈറ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു കുറ്റം നിലനിൽക്കുന്നില്ല എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രിവിയൽ ആക്ട് അല്ലെങ്കിൽ ട്രൈഫിൾസ് എന്നുള്ള എക്സെപ്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്താണ് പ്രൈവറ്റ് ഡിഫൻസ്. യൂഷ്വലി സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇറ്റ്സ് സിറ്റിസൺസ് അഗെയിൻസ്റ്റ് ഡേഞ്ചേഴ്സ്. But in certain circumstances, private persons are permitted to use reasonable force to protect himself
ഓർ ഹിസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. ഒരു പേഴ്സൺ തൻ്റെ സ്വയരക്ഷയ്ക്കായിട്ട് എടുക്കുന്ന റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. എനി ഒഫൻസ് ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് സച്ച് പ്രൈവറ്റ് ഡിഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ എക്സെപ്ഷൻ ടു ക്രിമിനൽ ലയബിലിറ്റി. ഇത് കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 96 തൊട്ട് സെക്ഷൻ 106 വരെയാണ് പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ ഫാദർ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ലൈഫ് ഓഫ് ഹിസ് ഡോട്ടർ ഫ്രം ദ അറ്റാക്ക് ഓഫ് എ തീഫ് ഷൂട്ട് ഹിം ഇൻ ദിസ് ലെഗ്. ഹിയർ ദ ഫാദർ വിൽ നോട്ട് ബി ലയബിൾ ആസ് ഹി വാസ് പ്രൊട്ടക്ടിങ് ദ ലൈഫ് ഓഫ് ഹിസ് ഡോട്ടർ. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ അറ്റംപ്റ്റ്സ് ടു കിൽ ഇസഡ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻസാനിറ്റി ബട്ട് എ ഈസ് നോട്ട് ഗിൽറ്റി. ഹിയർ ഇസഡ് ക്യാൻ എക്സസൈസ് പ്രൈവറ്റ് ഡിഫൻസ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ഫ്രം എ. അപ്പോൾ IPC-യുടെ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റിയുള്ള ഒരു ബേസിക് ഔട്ട്ലൈൻ തരാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. IPC-യുടെ ബാക്കി ഭാഗങ്ങളിലേക്കുള്ള കൂടുതൽ വിശദമായ ചർച്ചകൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ കാണാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.